വിശുദ്ധ യൗസേ പിതാവിന്റെയും പരിശുദ്ധ അമ്മയുടെയും സംരക്ഷണത്തിലും പരിലാളനയിലും വളർന്നുകൊണ്ടിരിക്കുന്ന കൂടല്ലൂർ സെന്റ് ജോസഫ് യു പി സ്കൂളിന്റെ മേൽ ദൈവം ചൊരിഞ്ഞ നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് ആദ്യം തന്നെ നന്ദി പറയുന്നു. യോഗാധ്യക്ഷൻ സ്കൂൾ മാനേജർ റവറന്റ് ഫാദർ ജോസ് പുതൃക്കയിൽ, ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന BCM കോളേജ് മലയാള വിഭാഗം മേധാവി ശ്രീ അനിൽ സ്റ്റീഫൻ, ആദരണീയരായ വിശിഷ്ട അതിഥികളെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രിയ കുട്ടികളെ. തമസോമ ജ്യോതിർഗമയ എന്ന വാക്യത്തെ നെഞ്ചിലേറ്റി അനേകം തലമുറകളെ വാർത്തെടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച നമ്മുടെ സ്കൂളിന്റെ 110ാം വാർഷികം ആഘോഷിക്കുന്ന ഈ ധന്യമുഹൂർത്തത്തിൽ 2024-25 അധ്യയന വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് അഭിമാന പുരസ്കാരം നിങ്ങളുടെ മുൻപിൽ സമർപ്പിക്കട്ടെ. കോട്ടയം അതിരൂപത കോർപ്പറേറ്റ് മാനേജ്മെന്റ് എഡ്യൂക്കേഷണൽ ഏജൻസിയുടെ കീഴിൽ കോട്ടയം അതിരൂപത മെത്രാപ്പൊലീത്ത മാർ മാത്യു മൂലക്കാട്ട്, റവറന്റ് ഫാദർ തോമസ് പുതിയകുന്നേൽ കോർപ്പറേറ്റ് സെക്രട്ടറിയായും, ജോസ് പുതൃക്കയിൽ സ്കൂൾ മാനേജരായും, സിസ്റ്റർ ജോൺസിയ SBM ഹെഡ് മിസ്ട്രസായും പ്രവർത്തിക്കുന്നു. പ്രഥമാധ്യാപികയ്ക്കൊപ്പം 7 അധ്യാപകരും 1 അനധ്യാപകനും സ്കൂളിന്റെ വളർച്ചയിലും കുട്ടികളുടെ ഉന്നമനത്തിനായും പ്രയത്നിക്കുന്നു. സർക്കാരിന്റെയും മാനേജ്മെന്റിന്റെയും ഉത്തരവുകളും നിയമങ്ങളും അനുസരിച്ചാണ് സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത്. 2024 മാർച്ച് 31 സർവീസിൽ നിന്നും വിരമിച്ച ശ്രീമതി മേരിക്കുട്ടി ജോസഫ് കെയ്ക്ക് പകരം ചിന്നു സജിയും, യമുന VK പകരം ഗോപിക TJ, അഞ്ജു ജോർജ് ഉപരിപഠനാർത്ഥം ലീവ് എടുത്ത ഒഴിവിൽ സജിനി കുമാരി എന്നിവർ ഈ വർഷം ചുമതലയേറ്റു. ഇവയ്ക്ക് പുറമെ ഓഫീസ് അറ്റൻഡന്റായി ടിജോ പി ടോമി, ഉച്ചഭക്ഷണം തയ്യാറാക്കുന്ന ശ്രീമതി ഓമന ശിവദാസൻ എന്നിവർ ഈ വിദ്യാലയത്തിൽ സേവനം അനുഷ്ഠിക്കുന്നു. 1 മുതൽ 7 വരെ ക്ലാസ്സുകളിലായി 102 കുട്ടികൾ ഇവിടെ പഠനം നടത്തുന്നു. സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായ സഹായ സഹകരണങ്ങൾ നൽകുന്ന PTA നമുക്കുണ്ട് എന്നത് അഭിമാനകരമാണ്. 25/6/2024 കൂടിയ പ്രഥമ യോഗത്തിൽ PTA MBTA അംഗങ്ങളായി 18 പേരെ തിരഞ്ഞെടുക്കുകയും ശ്രീ ജിമേഷ് മാത്യു പതിയിൽ PTA പ്രസിഡന്റും ശ്രീമതി ലിൻസി ജോഷി കൊച്ചുപറമ്പിൽ MBTA പ്രസിഡന്റായും ചുമതലയേറ്റു. തദവസരത്തിൽ പേരന്റിംഗ് എന്ന വിഷയത്തെക്കുറിച്ച് കോട്ടയം ജീവ കൗൺസിലിംഗ് സെന്റർ ഡയറക്ടർ സിസ്റ്റർ അഞ്ജിത SVM ക്ലാസ് നയിച്ചു. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും വോട്ടവകാശം നൽകിക്കൊണ്ട് തികച്ചും ജനാധിപത്യപരമായ രീതിയിൽ 15/7/2024 സ്കൂൾ ഇലക്ഷൻ നടത്തി. മാസ്റ്റർ അമിൽ സജി സ്കൂൾ ലീഡറായും കുമാരി ഏബിൾ മരിയ രാജേഷ് സ്കൂൾ സെക്രട്ടറിയായും ചുമതലയേറ്റു. പഠനം, സ്വഭാവം, കല, കായികം തുടങ്ങിയ രംഗങ്ങളിലെല്ലാം മികവ് തെളിയിക്കുന്ന കുട്ടികൾക്കായി സ്കൂളിന്റെ അഭ്യുദയകാംക്ഷികൾ ഏകദേശം 2 ലക്ഷം രൂപയുടെ എൻഡോമെന്റുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിവിധ സ്കോളർഷിപ്പുകൾ നൽകുന്ന എല്ലാ നല്ല മനസ്സുകളെയും നന്ദിയോടെ ഓർക്കുന്നു. കുട്ടികളുടെ പഠനം സുഗമമാക്കാൻ വിവിധ ആവശ്യങ്ങളിൽ സാമ്പത്തിക പിന്തുണ നൽകുന്ന കൂടല്ലൂർ വിസിറ്റേഷൻ സന്യാസിനി സമൂഹത്തോടും ഈ വർഷം 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ 7 കുട്ടികൾക്ക് 1000 രൂപ വീതം സ്പോൺസർ ചെയ്ത ബിജു മാവേലിയോടുമുള്ള നന്ദിയും അറിയിക്കുന്നു. വർണ്ണപ്പൂമ്പാറ്റകളായി കുട്ടികൾ വീണ്ടും സ്കൂളിലേക്ക്. പുതിയ പ്രതീക്ഷകളും പുത്തൻ സ്വപ്നങ്ങളുമായി അക്ഷരങ്ങളുടെ ചിറകിൽ ഉയർന്നു പറക്കുവാൻ ആഗ്രഹിച്ച് സ്കൂൾ അങ്കണത്തിൽ എത്തിച്ചേർന്ന നവാഗതർക്കായി പ്രവേശനോത്സവ പരിപാടികൾ സംഘടിപ്പിക്കുകയും സാഗർ കുളഞ്ഞിയിൽ, സണ്ണി മുക്കാട്ടിൽ, സ്റ്റീഫൻ ചിറമേൽപ്പുറത്ത് എന്നിവരുടെ സഹായത്തോടെ പുത്തൻ ബാഗുകളും കുടകളും നൽകുകയും ചെയ്തു. 22 കുട്ടികൾ പുതിയതായി അഡ്മിഷൻ എടുത്തു. മാതാപിതാക്കളുടെയും കുട്ടികളുടെയും ആഗ്രഹപ്രകാരം ജൂൺ മാസത്തിൽ തന്നെ പുതിയ മോഡൽ യൂണിഫോം വിതരണം ചെയ്തു. കുട്ടികളുടെ യാത്ര സുഗമമാക്കുന്നതിനായി ശ്രീ സുനിൽ പള്ളിപ്പറമ്പിലിന്റെ നേതൃത്വത്തിൽ രാവിലെയും വൈകുന്നേരവും സ്കൂൾ വാനിൽ കുട്ടികളെ സുരക്ഷിതരായി എത്തിക്കുന്നു. കഴിഞ്ഞ SSLC പരീക്ഷയിൽ ഫുൾ A+ നേടിയ ഈ സ്കൂളിലെ 3 പൂർവ്വ വിദ്യാർത്ഥികളെയും പ്രവേശനോത്സവത്തിൽ ആദരിക്കുകയുണ്ടായി.
കുട്ടികളുടെ കലാപരമായ കഴിവുകളെ വളർത്തിയെടുക്കുന്നതിനുള്ള വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ സ്കൂൾ തല രൂപീകരണം ജൂൺ മാസത്തിൽ നൃത്താധ്യാപകനായ ശ്രീ ജേക്കബ് ജോൺ ഉദ്ഘാടനം ചെയ്തു. വിദ്യാരംഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ദിനാചരണങ്ങൾ, വിവിധ മത്സരങ്ങൾ, BRC CRC തല സെമിനാറുകൾ എന്നിവയിൽ കുട്ടികൾ പങ്കെടുക്കുന്നു. കോട്ടയം തിരുഹൃദയക്കുന്ന് സമൂഹത്തിലെ വൈദികരുടെ നേതൃത്വത്തിൽ സ്കൂളുകളിൽ നടത്തി വരുന്ന ഉണർവ് പ്രോഗ്രാം നമ്മുടെ സ്കൂളിൽ ജൂലൈ മാസത്തിൽ ഫാദർ നോബിൾ കല്ലൂർ OSH ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ഒരു കൈത്താങ്ങ് നൽകുക എന്നതാണ് ഉണർവിന്റെ ലക്ഷ്യം. 24 കുട്ടികൾ ഉൾപ്പെടുന്ന ഈ ഗ്രൂപ്പിൽ ക്ലാസ് എടുക്കുന്നതിന് സജിനി സതീഷിനെ നിയമിച്ചു. 1500ഓളം പുസ്തകങ്ങളുള്ള ഒരു ലൈബ്രറി ഈ സ്കൂളിനുണ്ട്. കുട്ടികളുടെ ഭാഷാ വികസനത്തിനും നിലവാരത്തിനും ഉതകും വിധം വിവിധ പുസ്തകങ്ങളും സ്നേഹസേന, വിദ്യാരംഗം മാസിക, കേരള കർഷകൻ തുടങ്ങിയ പ്രസിദ്ധീകരണങ്ങളും വരുത്തി കൊടുക്കുന്നു. അനുദിന വാർത്തകൾ കുട്ടികളിലെത്തിക്കാൻ രഞ്ജിത്ത് പട്ടാർകുഴി സ്പോൺസർ ചെയ്ത ഇംഗ്ലീഷ്, മലയാളം ന്യൂസ് പേപ്പറുകൾ കുട്ടികൾക്കായി സജ്ജീകരിച്ചിരിക്കുന്നു. കൂടാതെ ശ്രീ ജോമോൻ പള്ളിപ്പറമ്പിൽ ഈ വർഷം 148 പുസ്തകങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് നൽകിയതും ഈ അവസരത്തിൽ നന്ദിയോടെ സ്മരിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ സ്റ്റാഫ് റൂമിൽ ടീച്ചേഴ്സ് പ്രെയർ നടത്തി ക്ലാസ്സുകളിലേക്ക് പോകുന്നു. ആഴ്ചയിൽ 3 ദിവസം കുട്ടികൾക്ക് മോറൽ സയൻസ് ക്ലാസുകൾ നൽകുകയും വാർഷിക പരീക്ഷയും സ്കോളർഷിപ്പ് പരീക്ഷയും നടത്തിവരുന്നു. ധാർമ്മിക ജീവിതത്തിലും അടിയുറച്ച വിശ്വാസത്തിലും കുട്ടികൾ വളരണമെന്ന ലക്ഷ്യത്തോടെ LP തലത്തിൽ തിരുബാല സഖ്യം യൂണിറ്റും UP തലത്തിൽ KCSL യൂണിറ്റും പ്രവർത്തിച്ചു വരുന്നു. പുവർ ഫണ്ട് കളക്ഷനിലൂടെ പാവങ്ങളോട് കരുണാർദ്ര സ്നേഹം വളർത്തുന്നതിനുള്ള അവസരം കുട്ടികൾക്ക് ലഭിക്കുകയും അർഹരായവർക്ക് സഹായം നൽകുകയും ചെയ്യുന്നു. പഠനത്തിൽ ഉന്നത നിലവാരം പുലർത്തുന്ന കുട്ടികളെ LSS USS പരീക്ഷയ്ക്ക് ഒരുക്കുന്നു. കഴിഞ്ഞ വർഷം LSS സ്കോളർഷിപ്പ് നേടിയ ജിയോ ഫ്രാൻസിസിന് പ്രത്യേക അഭിനന്ദനങ്ങൾ നേരുന്നു. ഗവൺമെന്റിന്റെ സഹായത്തോടെ നഴ്സറി സ്കൂൾ മുതൽ 7 വരെയുള്ള ക്ലാസ്സിലെ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം സ്കൂൾ തുറന്നപ്പോൾ മുതൽ നൽകി വരുന്നു. സ്കൂളിലെ പച്ചക്കറി തോട്ടത്തിൽ നിന്ന് ലഭിക്കുന്നവയും പ്രാദേശിക വിഭവങ്ങളും ഉപയോഗിച്ച് സ്വാദിഷ്ടവും ആരോഗ്യപ്രദവുമായ ആഹാരം കുട്ടികൾക്ക് നൽകുന്നു. കൂടല്ലൂർ സെന്റ് മേരീസ് പള്ളിയിലെ KCY സംഘടന ഏറ്റെടുത്ത് നടത്തിയ പച്ചക്കറി തോട്ടത്തിലെ മുഴുവൻ പച്ചക്കറികളും ഉച്ചഭക്ഷണത്തിനായി നൽകുകയും ചെയ്തത് നന്ദിയോടെ അനുസ്മരിക്കുന്നു. വിശേഷ ദിവസങ്ങളിൽ സ്പെഷ്യൽ ഫുഡ് സ്പോൺസർ ചെയ്യുന്ന എല്ലാ ഉപകാരികൾക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു. കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിന് പ്രയോജനപ്പെടുന്ന തരത്തിലുള്ള ഒരു വിനോദയാത്ര ജനുവരി 4 ശനിയാഴ്ച തൃശൂർ ജില്ലയിലെ സിൽവർസ്ട്രോമിലേക്ക് നടത്തി. 38 കുട്ടികളും എല്ലാ അധ്യാപകരും യാത്രയിൽ പങ്കുചേർന്നു. കൂടല്ലൂർ CHSയിൽ നിന്നും ഹെൽത്ത് ഇൻസ്പെക്ടറും സ്റ്റാഫും സ്കൂൾ സന്ദർശിക്കുകയും കുട്ടികൾക്ക് ആവശ്യമായ ഹെൽത്ത് ചെക്കപ്പ്, അയൺ ഗുളികകൾ, ബോധവൽക്കരണ ക്ലാസ്, യോഗ, കൗൺസിലിംഗ് തുടങ്ങിയവ സമയാസമയങ്ങളിൽ നൽകി വരുന്നു. കിടങ്ങൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നവംബർ മാസത്തിൽ ചേർപ്പുങ്കൽ സ്കൂളിൽ വെച്ച് കുട്ടികളുടെ ഹരിതസഭ പ്രോഗ്രാം നടത്തുകയുണ്ടായി. 7ാം ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളും പങ്കെടുക്കുകയും മാലിന്യമുക്ത നവകേരളം എന്ന വിഷയത്തെക്കുറിച്ച് പ്രോജക്റ്റ് അവതരിപ്പിക്കുകയും ചെയ്തു. ഹരിത പെരുമാറ്റച്ചട്ടം പാലിച്ചുകൊണ്ട് ജൈവ വൈവിധ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ കിടങ്ങൂർ പഞ്ചായത്തിലെ മികച്ച ഹരിത വിദ്യാലയം പുരസ്കാരം നമ്മുടെ സ്കൂളിന് ലഭിച്ചത് അഭിമാനകരമാണ്. ജൽജീവൻ മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ജലസംരക്ഷണം, കുടിവെള്ള ഗുണമേന്മ ഉറപ്പുവരുത്തൽ എന്നീ വിഷയങ്ങളിൽ ക്ലാസ് ലഭിക്കുകയും ക്വിസ് മത്സരം നടത്തുകയും ചെയ്തു. കിടങ്ങൂർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പ് നമ്മുടെ സ്കൂളിൽ വെച്ച് ഡിസംബർ 21 മുതൽ 26 വരെ നടത്തപ്പെട്ടു. ക്യാമ്പിന്റെ ഭാഗമായി കുട്ടികൾ നമ്മുടെ സ്കൂൾ ലൈബ്രറി നവീകരിക്കുകയും പച്ചക്കറിത്തോട്ടം വിപുലീകരിക്കുകയും ചെയ്തു. ഉഴവൂർ സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ വെച്ച് നടത്തിയ റോബോ ഫെസ്റ്റിൽ നമ്മുടെ കുട്ടികൾ പങ്കെടുക്കുകയും എക്സിബിഷന്റെ ഭാഗമായുള്ള ഫോട്ടോഗ്രഫി കോമ്പറ്റീഷനിൽ 2ാം ദിവസത്തെ ഏറ്റവും മികച്ച ഫോട്ടോയ്ക്കുള്ള മെമന്റോയും ക്യാഷ് പ്രൈസും നമ്മുടെ സ്കൂളിന് ലഭിച്ചു. ഏറ്റുമാനൂർ ഉപജില്ലയിലെ 2023-24 വർഷത്തെ മികച്ച 2ാമത്തെ UP സ്കൂളായി തെരഞ്ഞെടുത്തതും നമ്മുടെ സ്കൂളിന് കിട്ടിയ അംഗീകാരമാണ്. പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി നമ്മുടെ സ്കൂൾ അങ്കണത്തിൽ ഈ വർഷം പേൾ ഗ്രാസ് നട്ടുവളർത്തുകയും പരിസ്ഥിതി മലിനീകരണ വസ്തുക്കൾ ഒഴിവാക്കുകയും ചെയ്യുന്നു. സ്കൂൾ മുറ്റം ഹരിത മനോഹരമാക്കി തീർത്ത സ്കൂളിന്റെ നല്ല അയൽക്കാരൻ ശ്രീ സിനു അലക്സ് ചെട്ടിയാത്തിനെ നന്ദിപൂർവ്വം സ്മരിക്കുന്നു.
നവംബർ 13 മുതൽ സമന്വയം 2024 എന്ന പേരിൽ നടത്തിയ ഉപജില്ലാ കലോത്സവത്തിൽ എല്ലാ ഇനങ്ങളിലും കുട്ടികളെ പങ്കെടുപ്പിച്ചു. UP ഇംഗ്ലീഷ് സ്കിറ്റ് 1ാം സ്ഥാനവും A ഗ്രേഡ് ലഭിച്ചതിനാൽ റവന്യൂ ജില്ലാ കലോത്സവത്തിലും പങ്കെടുത്ത് A ഗ്രേഡ് കരസ്ഥമാക്കി. സമ്മാനാർഹരായവരെയും ഗ്രേഡ് നേടിയവരുടെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. 18-10-24 ഏറ്റുമാനൂർ VHSSൽ വെച്ച് നടത്തിയ ശാസ്ത്രമേളയിൽ UP വിഭാഗം വർക്കിംഗ് മോഡൽ ഫസ്റ്റ് A ഗ്രേഡ് നേടിയ ജൊഹാന ക്ലാര ടോം, നിയ തെരേസ് പീറ്റർ, A ഗ്രേഡ് കരസ്ഥമാക്കിയ മറ്റു വിദ്യാർത്ഥികൾ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. പഠനത്തോടൊപ്പം കുട്ടികളുടെ കായികശേഷിയും പരിപോഷിപ്പിക്കുന്നതിനായി ധാരാളം പ്രവർത്തനങ്ങൾ നടത്തപ്പെട്ടു. സ്കൂൾ തല മത്സരങ്ങളും ഉപജില്ലാ മത്സരങ്ങളും മികച്ച പരിശീലനത്തിൽ പൂർത്തിയാക്കാൻ സാധിച്ചു. സബ് ജില്ലാതല ഷോട്ട്പുട്ട് മത്സരത്തിൽ 7ാം ക്ലാസ്സിലെ ആൻമരിയ ജോമോന് സെലക്ഷൻ ലഭിക്കുകയും ജില്ലാതല മത്സരത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. ഏറ്റുമാനൂർ ഉപജില്ലയിൽ നിന്നും കോട്ടയം ജില്ലാതല ടേബിൾ ടെന്നീസ് മത്സരത്തിൽ നിയ തെരേസ് പീറ്റർ, ജൊഹാന ക്ലാര ടോം എന്നിവർ മത്സരിച്ചു. കോട്ടയം ജില്ലയെ പ്രതിനിധീകരിച്ച് നിയ തെരേസ് പീറ്റർ കൊച്ചിയിൽ വെച്ച് നടന്ന സംസ്ഥാന കായികമേളയിൽ നല്ല പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു. ഈ അവസരത്തിൽ ടേബിൾ ടെന്നീസ് സ്പോൺസർ ചെയ്ത ജിനു ജോസ് പുന്നശ്ശേരിയെ നന്ദിപൂർവ്വം സ്മരിക്കുന്നു. നമ്മുടെ സ്കൂളിൽ വെച്ച് നടത്തിയ ഫുട്ബോൾ ടൂർണമെന്റിൽ 3ാം സ്ഥാനം കരസ്ഥമാക്കിയ കുട്ടികളെയും ഏറ്റെടുത്ത് നടത്തുന്ന ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളായ വൈദികരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. നമ്മുടെ കുട്ടികൾക്കായി ഓരോ കായിക ഇനത്തിലും പരിശീലനം നൽകുന്ന ശ്രീ ജോഡി പുളിക്കേലിനും സ്കൂളിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസിയിൽ നിന്നും ലഭിച്ച 1 ലക്ഷം രൂപ വിനിയോഗിച്ച് സ്കൂളിന്റെ ഓഫീസ് റൂം നവീകരിക്കുകയും മറ്റ് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കുവാനും സാധിച്ചു. സ്കൂൾ വികസന ഫണ്ടിലേക്ക് സാമ്പത്തിക സഹായം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും, പ്രത്യേകിച്ച് വിങ്സ് ക്ലബ്, ചിക്കാഗോ കൂടല്ലൂർ കൂട്ടായ്മ, ഈ വർഷത്തെ വാർഷികാഘോഷത്തിന് സമ്മാന സ്പോൺസർ ചെയ്ത ബിജു മാവേലിൽ, കുട്ടികൾക്ക് മിൽക്ക് ഗ്ലാസ് നൽകിയ ജോയ്സ് മാവേലിൽ, സ്കൂളിനു വേണ്ടി ഫ്രിഡ്ജ് സ്പോൺസർ ചെയ്ത തേക്ക് നിൽക്കുന്ന ജിജോ, സ്കൂളിന്റെ ഭിത്തിയിൽ സെന്റ് ജോസഫിന്റെ രൂപം ഗ്ലാസ് വർക്ക് ചെയ്യിപ്പിച്ച ലിംബർട്ട് തോട്ടത്തിൽ, സർവീസിൽ നിന്നും വിരമിച്ചിട്ടും ഇന്നും സ്കൂളിനും കുട്ടികൾക്കും വേണ്ടി ജീവിക്കുന്ന എറികാട്ട് ആൻസി ടീച്ചർ ആൻഡ് ജെയിംസ് സാർ, ഏവരോടുമുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. സ്കൂളിന്റെ ഏതാവശ്യങ്ങളിലും സാമ്പത്തികമായും സാന്നിധ്യം കൊണ്ടും സഹായിച്ചുകൊണ്ടിരിക്കുന്ന സെന്റ് മേരീസ് കൂടല്ലൂർ ഇടവകാംഗങ്ങൾ ഓരോരുത്തരോടും, പ്രത്യേകിച്ച് കൈക്കാരന്മാർ, KCC, KCWA, KCYL ഭാരവാഹികളോടും, പൂർവ്വ അധ്യാപകർ, പൂർവ്വ വിദ്യാർത്ഥികൾ, മറ്റു ഉപകാരികൾ എല്ലാവരോടും സ്കൂളിന്റെ പേരിലുള്ള ഹൃദയംഗമായ നന്ദി അറിയിച്ചുകൊള്ളുന്നു.